ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നീറ്റിന്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള മെഡിക്കൽ റാങ്ക് എത്രയായിരിക്കാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ പഠിക്കണം, അല്ലെങ്കിൽ ഒരു MBBS സീറ്റ് തന്നെ പഠിക്കണം, ഗവൺമെന്റ് BDS പഠിക്കണം, ഗവൺമെന്റ് വെറ്റിനറിക്ക് പഠിക്കണം, ഗവൺമെന്റ് അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കണം. നമ്മൾ നീറ്റിന്റെ സ്കോറും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ, അത് എത്രത്തോളം നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിൽ നിന്നും. നീറ്റ് 2026 ഈ വരുന്ന മെയ് 3-ാം തീയതി ബ്രില്യൻ്റെ ക്യാമ്പസുകളിലെല്ലാം ഫുൾ മോഡൽ എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2026-27 അധ്യയന വർഷത്തിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലുമൊക്കെ പ്രവേശനം നേടുന്നതിന് കേരള മെഡിക്കൽ റാങ്കാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. നമ്മൾ 2 വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ കൊടുത്തിട്ടുമുണ്ട്. ഒന്ന്, മെയ് 3-ാം തീയതി നീറ്റ് എക്സാം എഴുതാനായി neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നമ്മളുടെ അപേക്ഷ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി അഡ്മിറ്റ് കാർഡ് വന്ന് നമ്മൾ മെയ് 3-ാം തീയതി എക്സാം എഴുതും. ജൂൺ 10-ാം തീയതിയോടുകൂടി നീറ്റിൻ്റെ റിസൾട്ടും നീറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തും. അതുപോലെ തന്നെ കേരള മെഡിക്കലിന് നമ്മൾ ജനുവരിയിൽ ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്. നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഏതാണ്ട് ജൂൺ അവസാനത്തെ ആഴ്ച കേരള എൻട്രൻസ് കമ്മീഷനുടെ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. നീറ്റ് എക്സാം എഴുതി കേരള മെഡിക്കലിന് അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികളും നീറ്റിൻ്റെ ഡീറ്റെയിൽസ്, നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ എന്നിവ കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. ഏതാണ്ട് ഒരാഴ്ചക്കാലത്തോളം ആ നോട്ടിഫിക്കേഷന് വാല്യൂ ഉണ്ടായിരിക്കും. ആ സമയത്ത് കേരള മെഡിക്കലിന് അപേക്ഷിച്ച നമ്മുടെ കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അവരുടെ നീറ്റിൻ്റെ റോൾ നമ്പറും ആപ്ലിക്കേഷൻ നമ്പരും കേരളയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും. ജൂലൈ ആദ്യത്തെ ആഴ്ചയോടുകൂടി കേരള എൻട്രൻസ് കമ്മീഷണർ നീറ്റിൻ്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കാണുന്നത് ഈ കഴിഞ്ഞ 2025 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നീറ്റിൻ്റെ സ്കോറുണ്ട്, നീറ്റിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കേരള മെഡിക്കൽ റാങ്കുമുണ്ട്. ഇത് തന്നെ നിങ്ങൾക്ക് 2024 റാങ്ക് ലിസ്റ്റ് കാണാം, 2023 റാങ്ക് ലിസ്റ്റ് കാണാം. ഈ 3 എക്സാമിലൂടെ 2023 ഏറ്റവും ഒരു മോഡറേറ്റ് ലെവൽ നടന്ന എക്സാം, 2024 ഏറ്റവും സിമ്പിളായിട്ട് നടന്ന നീറ്റ് എക്സാം, 2025 ഏറ്റവും ടഫായിട്ട് നടന്ന നീറ്റ് എക്സാം. ഈ 3 വർഷത്തെയും നീറ്റ് എക്സാമിൻ്റെ ആ സ്കോറിനനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് എത്ര കിട്ടി, അതനുസരിച്ച് കേരളത്തിലെ കോളേജുകളിലൊക്കെ എവിടെ പ്രവേശനം കിട്ടുമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നീറ്റിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി കേരള മെഡിക്കൽ റാങ്ക് എത്രയായിരിക്കാം നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യേണ്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കണം, അല്ലെങ്കിൽ തിരുവനന്തപുരം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ പഠിക്കണം, അല്ലെങ്കിൽ ഒരു MBBS സീറ്റ് തന്നെ പഠിക്കണം, ഗവൺമെൻറ് BDS പഠിക്കണം, ഗവൺമെൻറ് വെറ്റിനറിക്ക് പഠിക്കണം, ഗവൺമെൻറ് അഗ്രികൾച്ചർ കോളേജിൽ പഠിക്കണം, ആയുർവേദം, ഹോമിയോ പോലെയുള്ള 13 മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മേഖലയിൽ പഠിക്കണം, അല്ലെങ്കിൽ റിസർവേഷനൊക്കെ അനുസരിച്ച് ഗവൺമെൻറ് മേഖലയിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത, അതല്ലെങ്കിൽ മൈനോറിറ്റിയും ഒക്കെ അനുസരിച്ച് കേരളത്തിൻ്റെ സ്വകാര്യ മേഖലയിലുള്ള കോളേജുകളുടെ പ്രവേശനത്തിനൊക്കെ നമ്മൾ നീറ്റിൻ്റെ സ്കോറും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധമുണ്ടല്ലോ, അത് എത്രത്തോളം നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നീറ്റ് എക്സാമിൻ്റെ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ 3 വർഷത്തെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ജനറൽ വിഭാഗം, മുസ്ലിം വിഭാഗം, ഈഴവ വിഭാഗം, ധീവര വിഭാഗം, ലാറ്റിൻ കാത്തലിക്സ് വിഭാഗം, SC വിഭാഗം, ST വിഭാഗം, അതുപോലെ തന്നെ EWS വിഭാഗം, അങ്ങനെ ധാരാളം കാറ്റഗറി ഉണ്ട്. ഇതിനനുസരിച്ച് കാറ്റഗറി റാങ്ക് ലിസ്റ്റും കേരള എൻട്രൻസ് കമ്മീഷണർ പിന്നീട് പ്രസിദ്ധീകരിക്കും. ആദ്യം വരുന്നത് ജൂലൈ 1 കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ്. അതിന്
നീറ്റിൻ്റെ സൈറ്റിൽ നിന്നും നീറ്റിൻ്റെ ഡാറ്റാബേസിൽ നിന്നും മാർക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കീമിന് അപ്ലൈ ചെയ്തിരിക്കുന്ന അനുസരിച്ചാണ് നമ്മളുടെ കാറ്റഗറിയും റിസർവേഷനും ഒക്കെ തീരുമാനിക്കുന്നത്. ഈവൻ സ്പോർട്സ് കോട്ട, NRI സീറ്റുകൾ, എക്സ് സർവീസ്മെൻ സീറ്റുകളൊക്കെ കീമിന് അപ്ലൈ ചെയ്തതനുസരിച്ചാണ് റാങ്ക് തീരുമാനിക്കുന്നത്. ആദ്യം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചുള്ളൊരു അവലോകനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. 2025 നമുക്കറിയാം കേരള മെഡിക്കൽ ഫസ്റ്റ് റാങ്ക് ദീപ്നിയ ആയിരുന്നു. 643 മാർക്ക് മേടിച്ചാണ് ദീപ്നിയ കേരളത്തിൽ 1ാം റാങ്കിലെത്തിയത്. അതുപോലെ തന്നെ 2024 നീറ്റിൻ്റെ ചരിത്രത്തിൽ 720 മാർക്ക് മേടിച്ച് ശ്രീനന്ദ് ശർമ്മിലാണ് കേരള മെഡിക്കലിൽ 1ാം റാങ്ക് എത്തിയത്. 2023 ആര്യാവട്ടെ 711 മാർക്ക് മേടിച്ചാണ് കേരള ഫസ്റ്റ് റാങ്ക് മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കേരള മെഡിക്കലിൽ 1ാം റാങ്ക് തന്നെ ഓരോ പരീക്ഷയുടെയും ഡിഫിക്കൽട്ടി അനുസരിച്ച് വളരെ വ്യത്യാസം വന്നിരിക്കുന്നു. 720 720, 720 711, 720 643. അടുത്തത് നമുക്കൊരു 5ാമത്തെ റാങ്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, കേരള മെഡിക്കലിനകത്തെ 5ാമത്തെ റാങ്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2025 627 മാർക്കായിരുന്നു കേരള 5th റാങ്ക്. എന്നാൽ 2024 നിങ്ങൾക്കിപ്പോൾ കാണാം 715 മാർക്കായിരുന്നു കേരള 5th റാങ്ക്. 2023 703 മാർക്കും. കേരളത്തിൻ്റെ ആദ്യത്തെ 10 റാങ്കിൽ വന്നപ്പോഴേക്കും 10ാമത്തെ റാങ്കുകാരന് 619 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ. 720 710 മാർക്ക് മേടിച്ചപ്പോഴാണ് 2024 കേരളത്തിൻ്റെ 10ാം സ്ഥാനത്തെത്തിയത്. 23 700 മാർക്കും. ആദ്യം 25 ഇടം പിടിച്ചപ്പോഴേക്കും 609 മാർക്കായിരുന്നു 2025 24 706 മാർക്കും. 23 696 മാർക്കും. 50 കേരള മെഡിക്കൽ റാങ്കിൻ്റെ ആദ്യത്തെ 50 2025 603 മാർക്കായിരുന്നു. 24 703 മാർക്കും. 2023 അത് 686 മാർക്കിലും എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ എക്സാമിന് 680 മാർക്ക് മേടിച്ചപ്പോൾ പോലും കേരള മെഡിക്കലിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏത് കോളേജിലും നിങ്ങൾക്ക് പ്രവേശനം കിട്ടുന്ന ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യാം. കേരളത്തിൻ്റെ ആദ്യത്തെ 100 റാങ്ക് ലിസ്റ്റിലാണ് എത്തുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം 595 മാർക്കായിരുന്നു നേടിയത്. 700 മാർക്കായിരുന്നു 2024 23 680 മാർക്കായിരുന്നു കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യത്തെ 100-ലുള്ളവരുടെ മാർക്ക് എന്ന് പറയുന്നത്. 200-ലോട്ട് എത്തുമ്പോൾ, അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ജനറൽ വിഭാഗത്തിനൊരു ഗവൺമെൻറ് MBBS സീറ്റ് നേടുന്ന ഒരു കേരള സ്കോർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 583 മാർക്കായിരുന്നു 200 കേരള മെഡിക്കൽ റാങ്ക്. 2024 അതെത്തിയപ്പോഴേക്കും 695 മാർക്കായിരുന്നു. 23 അത് 671 മാർക്കായിരുന്നു. ഏറ്റവും കുട്ടികൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന കോളേജിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് റാങ്ക് എന്ന് നമുക്ക് വിചാരിക്കാം. കേരള മെഡിക്കലിൽ 300 റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും 577 മാർക്കായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ 2024 അത് 690 മാർക്കും. 23 അത് 665 മാർക്കിലും എത്തി. തിരുവനന്തപുരം, കോട്ടയം പോലെയുള്ള, തൃശ്ശൂർ പോലെയുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന 400 കേരള മെഡിക്കൽ റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും കഴിഞ്ഞ വർഷം 571 മാർക്കും. 2024 686 മാർക്കും. 2023 660 മാർക്കും മേടിച്ചിരുന്നു. 500 റാങ്ക് കേരള മെഡിക്കലിൽ ആദ്യത്തെ 500-നകത്ത് വന്നവരുടെ ഒരു സ്കോർ നോക്കിയാൽ യഥാക്രമം 567, 685, 655, 600. അതായത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജനറൽ വിഭാഗത്തിലൊക്കെ ആദ്യ റൗണ്ടിൽ തന്നെ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന ഒരു മാർക്കാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ 600 റാങ്കാണ് കേരളത്തിൽ മേടിക്കേണ്ടതെങ്കിൽ 563 മാർക്കായിരുന്നു കഴിഞ്ഞ തവണത്തെ മാർക്ക്. അത് തൊട്ട് 2024 എത്തുമ്പോൾ 682 മാർക്കായിരുന്നു. 2023 650 മാർക്കും. 700 കേരള മെഡിക്കൽ റാങ്ക് 560 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ. 680 മാർക്ക് 2024 23 645 മാർക്കും. 800 കേരള മെഡിക്കൽ റാങ്ക്, അതായത് 3ാമത്തെ അലോട്ട്മെൻറ്റിലൊക്കെ കേരളത്തിൻ്റെ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന ജനറൽ വിഭാഗം ഓപ്പൺ കാറ്റഗറിയിൽ നമുക്കൊരു 800 റാങ്ക് ആണല്ലോ കേരള മെഡിക്കലിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ആ കേരള മെഡിക്കലിൽ 800 റാങ്ക് കിട്ടിയത് കഴിഞ്ഞ തവണ 557 മാർക്കായിരുന്നു. അതിനു തൊട്ടു മുമ്പ് 678 മാർക്കും 641 മാർക്ക് 2023. കേരള മെഡിക്കൽ റാങ്ക് 900 എത്തിയപ്പോഴേക്കും
554 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും ടഫായിട്ട് നടന്ന നീറ്റ് എക്സാമിൽ. ഏറ്റവും സിമ്പിളായിട്ട് നടന്നപ്പോൾ അത് 676 മാർക്കും, ഒരു മോഡറേറ്റ് ലെവൽ നടന്ന 2023 639 മാർക്കും. 1000 റാങ്ക്. കേരള മെഡിക്കലിൽ ആദ്യത്തെ 1000 റാങ്കിലെത്തിയപ്പോഴേക്കും കഴിഞ്ഞ തവണ 551 മാർക്ക് വേണമായിരുന്നു ടഫായിട്ട് നടന്നപ്പോൾ. തൊട്ടു മുമ്പ് 675ഉം 635 2023. 1250 കേരള മെഡിക്കൽ റാങ്ക്. മുസ്ലിം സമുദായം, ഈഴവ സമുദായത്തിനൊക്കെ വിവിധ റിസർവേഷൻ അനുസരിച്ച് ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോൾ EWS ഒക്കെ അനുസരിച്ച് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊക്കെ കിട്ടുന്ന ഒരു കാറ്റഗറിയിൽ 1250 കേരള മെഡിക്കൽ റാങ്കിൽ 546 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ മാർക്ക്. 1250 കേരള മെഡിക്കൽ റാങ്കിന്. 2024 അത് 670ഉം 23 അത് 628 മാർക്കിലുമെത്തി. 1500 കേരള മെഡിക്കൽ റാങ്ക്. കാറ്റഗറിക്കൊക്കെ അനുസരിച്ച് ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന ഏതാണ്ട് ലാസ്റ്റ് റാങ്ക് എന്നൊക്കെ വിചാരിക്കാവുന്ന 1500 കേരള മെഡിക്കൽ റാങ്കിൽ 541 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം വേണ്ടിയിരുന്നത്. അത് 2024 666 മാർക്കും 2023 620 മാർക്കുമായിരുന്നു. 1750 കേരള മെഡിക്കൽ റാങ്ക്. 1750 എത്തിയപ്പോഴേക്കും 536 കഴിഞ്ഞ വർഷവും 662 മാർക്ക് 2024 614 മാർക്ക് 2023. 2000 കേരള മെഡിക്കൽ റാങ്ക്. 2000 എത്തുമ്പോഴേക്കും ഓൾ ഇന്ത്യ ലെവലിലൊക്കെ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന ഒരു ലാസ്റ്റ് റാങ്കാണത്. അതിലെത്തുമ്പോഴേക്കും നമുക്ക് കേരള മെഡിക്കലിൽ 2000 ഒക്കെ കിട്ടുമ്പോൾ 533 മാർക്കായിരുന്നു കഴിഞ്ഞ തവണത്തത്. അതിന് തൊട്ടു മുമ്പ് 659ഉം 2023 608 മാർക്കും. 2500 കേരള മെഡിക്കൽ റാങ്ക്. അതായത് സെൽഫ് ഫിനാൻസിങ് മേഖലയിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു കോളേജിൽ കിട്ടണമെങ്കിൽ 2500 കേരള മെഡിക്കൽ റാങ്ക് കിട്ടണമെങ്കിൽ ഏതാണ്ട് 525 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ. അതിന് തൊട്ടു മുമ്പ് 652 മാർക്കും അതിന് മുമ്പ് 2023 599 മാർക്കും. ഈ ലെവലിലൊക്കെ ഓൾ ഇന്ത്യ ലെവലിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടുന്ന ഒരു കട്ട് ഓഫുമാണ് ഈ കേരള മെഡിക്കലിൽ 2500 റാങ്ക് എന്ന് പറയുന്നത്. ഏകദേശം 3000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും 519 മാർക്കാണ് കഴിഞ്ഞ വർഷം നേടിയത്. EWS കാറ്റഗറിയിലൊക്കെ ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടിയ റാങ്കാണത്. അതുപോലെ ഗവൺമെൻറ് BDS, ഗവൺമെൻറ് വെറ്റിനറി ഒക്കെ കിട്ടിയ ജനറൽ വിഭാഗത്തിൻ്റെ ഒരു മാർക്കാണ് 519 കേരള മെഡിക്കൽ റാങ്ക് 3000. 2024 അത് 646 മാർക്കും 23 591 മാർക്കുമായിരുന്നു. 3500 കേരള മെഡിക്കൽ റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും 514 മാർക്കാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. 641 മാർക്ക് അതിന് തൊട്ട് മുമ്പത്തെ വർഷം 2024 23 583. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ വീടിനൊക്കെ അടുത്തുള്ള ഒരു സെൽഫ് ഫിനാൻസിങ് മേഖലയിലുള്ള MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് BDS ഏതെങ്കിലും ഒരു കോളേജിൽ ഗവൺമെൻറ് അഗ്രികൾച്ചർ, ഗവൺമെൻറ് വെറ്റിനറി ഒക്കെ നേടുന്ന ഒരു സ്കോറാണ് ഈ കേരള മെഡിക്കൽ റാങ്ക് 3500 എന്ന് പറയുന്നത്. ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് മേഖലയിലൊക്കെയുള്ള കോളേജിൽ പ്രവേശനം കിട്ടുന്ന 4000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും ഏതാണ്ട് 508 മാർക്കാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. 2024 636 മാർക്കും 2023 575 മാർക്കും. 4500 കേരള മെഡിക്കൽ റാങ്കിൽ എത്തുമ്പോഴേക്കും 504 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. 630 567 തൊട്ടു മുൻ വർഷങ്ങളിലും. 5000 കേരള മെഡിക്കൽ റാങ്ക്. ഗവൺമെൻറ് BDS, ഗവൺമെൻറ് വെറ്റിനറി ഒക്കെ ലാസ്റ്റ് സ്ട്രേ വേക്കൻസി ഉൾപ്പെടെ കിട്ടുന്ന ആ ഒരു കട്ട് ഓഫിൽ എത്തുമ്പോഴേക്കും 499 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. ഒരു സിമ്പിളായിട്ട് നടന്ന എക്സാം എന്നുമ്പോൾ 625 മാർക്കും ഒരു മോഡറേറ്റ് ലെവലിൽ അത് 559 മാർക്കുമായിരുന്നു. 6000 കേരള മെഡിക്കൽ റാങ്ക് എത്തുമ്പോഴേക്കും 491 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. 615 മാർക്ക് കഴിഞ്ഞതിന് മുമ്പത്തെ 2024 23 അത് 544 മാർക്കും. 7000 കേരള മെഡിക്കൽ റാങ്ക്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ ഒരു സെൽഫ് ഫിനാൻസിങ് മേഖലയുടെ MBBS കിട്ടുന്ന ഒരു റേഞ്ചിലോട്ട് നോക്കുമ്പോൾ 482 മാർക്കായിരുന്നു കഴിഞ്ഞ തവണ വേണ്ടിയിരുന്നത്. അതിന് തൊട്ടു മുമ്പ് 605 മാർക്കും 530 മാർക്ക് 2023. 8000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും ക്രിസ്ത്യൻ മൈനോറിറ്റിക്കൊക്കെ ആദ്യത്തെ റൗണ്ടിൽ സെൽഫ് ഫിനാൻസിങ് MBBS കിട്ടുന്ന ഒരു റേഞ്ചിലോട്ട് നോക്കിയാൽ 474 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. 595 മാർക്ക് 2024 516 മാർക്ക് 2023. 9000 കേരള മെഡിക്കൽ റാങ്ക്.
അതായത് സെൽഫ് ഫിനാൻസിങ് MBBS ഒക്കെ രണ്ടാമത്തെ റൗണ്ടിൽ കിട്ടുന്ന ഒരു റാങ്ക് എന്ന് പറയുന്ന 9,000 കേരള മെഡിക്കൽ റാങ്ക് എന്ന് പറയുമ്പോഴേക്കും 9,000 കേരള മെഡിക്കൽ റാങ്ക് 465 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. അതിന് തൊട്ടു മുമ്പ് 584-ഉം 2023 503 മാർക്കും. 10,000 കേരള മെഡിക്കൽ റാങ്ക്, അതായത് മൂന്നാമത്തെ റൗണ്ടിലൊക്കെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകൾ വെറ്റിനറിക്ക് 4,000 ഒക്കെ വേണം. അഗ്രികൾച്ചർ, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി അങ്ങനെയുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ ഗവൺമെൻറ് മേഖലയിൽ കിട്ടുന്ന, അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS ഒക്കെ കിട്ടുന്ന ഒരു റാങ്ക് ആയിട്ട് കാണുന്നത് കേരള മെഡിക്കൽ റാങ്ക് 10,000 ആണല്ലോ. ആ കേരള മെഡിക്കൽ റാങ്ക് 10,000-ൽ വരണമെങ്കിൽ കഴിഞ്ഞ വർഷം 457 മാർക്കായിരുന്നു. തൊട്ടു മുമ്പ് അത് 573 മാർക്കും 2023 അത് 490 മാർക്കുമായിരുന്നു. 12,000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് വരുമ്പോഴേക്കും ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് അനുസരിച്ചൊക്കെ ഏതെങ്കിലും ഒരു കോളേജിൽ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുന്ന, മുസ്ലിം മൈനോറിറ്റിക്ക് അനുസരിച്ചൊക്കെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുന്ന 12,000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് വരുമ്പോഴേക്കും 440 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. തൊട്ടു മുമ്പ് 552 മാർക്കും 465 മാർക്ക് 2023-ലും. 15,000 കേരള മെഡിക്കൽ റാങ്ക്, കേരളത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോഴ്സുകൾ കിട്ടുന്ന, അതുപോലെ മുസ്ലിം മൈനോറിറ്റിക്ക് അനുസരിച്ചൊക്കെ ഒരു സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുന്ന 15,000 കേരള മെഡിക്കൽ റാങ്കിൽ എത്തുമ്പോഴേക്കും ലാസ്റ്റ് ഇയറിൽ അത് 415 മാർക്കായിരുന്നു. നീറ്റ് 2025-ൽ 24-ൽ 518 മാർക്കും 23-ൽ 426 മാർക്കും. ഏതാണ്ട് 17,000 കേരള മെഡിക്കൽ റാങ്ക്. EWS ഒക്കെ അനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടിയത് നോക്കുമ്പോൾ, അതായത് SC കമ്മ്യൂണിറ്റി ഒക്കെ അനുസരിച്ച് MBBS, നമുക്കറിയാം SC സമുദായത്തിനൊക്കെ ഫീസ് ഇല്ലാതെ തന്നെ ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിങ്ങിലും ഒക്കെ MBBS പഠിക്കാം. അങ്ങനെ SC സമുദായത്തിനൊക്കെ MBBS സീറ്റ് കിട്ടിയ 17,000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് വരുമ്പോഴേക്കും 398 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷം. കഴിഞ്ഞ മുമ്പിലത്തെ വർഷം 2024-ൽ 492 മാർക്കും 2023-ൽ 400 മാർക്കും. 20,000 കേരള മെഡിക്കൽ റാങ്ക്, സെൽഫ് ഫിനാൻസിങ് ആയുർവേദം, സെൽഫ് ഫിനാൻസിങ് BDS ഒക്കെ കിട്ടുന്ന, അതുപോലെ തന്നെ NRI സീറ്റുകളൊക്കെ കിട്ടുന്ന 20,000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് വരുമ്പോഴേക്കും 371 മാർക്കായിരുന്നു 2025-ൽ. 24-ൽ അത് 450 മാർക്കും 23-ൽ 362 മാർക്കും. 25,000 കേരള മെഡിക്കൽ റാങ്ക്. ST സമുദായത്തിനൊക്കെ അനുസരിച്ച് ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുന്ന 25,000 റാങ്കിലോട്ട് കേരള മെഡിക്കൽ റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും 324 മാർക്കായിരുന്നു 2025-ൽ. 24-ൽ അത് 371 മാർക്കും 23-ൽ അത് 299 മാർക്കും. 30,000 കേരള മെഡിക്കൽ റാങ്ക്. NRI സീറ്റിനനുസരിച്ച് സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് കിട്ടുന്ന 30,000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് എത്തുമ്പോഴേക്കും 276 മാർക്കായിരുന്നു 2025-ൽ. 24-ൽ അത് 285 മാർക്കും 23-ൽ അത് 232 മാർക്കും. ഏതെങ്കിലും ഒരു കോഴ്സുകളൊക്കെ കേരളത്തിൽ കിട്ടുന്ന 35,000 കേരള മെഡിക്കൽ റാങ്കിലോട്ട് വരുമ്പോഴേക്കും സെൽഫ് ഫിനാൻസിങ് ആയുർവേദം, സെൽഫ് ഫിനാൻസിങ് BDS ഒക്കെ കിട്ടുന്ന ഒരു റേഞ്ചിലോട്ട് എത്തുമ്പോഴേക്കും 226 മാർക്കായിരുന്നു 2025-ലെങ്കിൽ അത് 24-ൽ എത്തിയപ്പോഴേക്കും 191 മാർക്കും 23-ൽ 169 മാർക്കുമായിരുന്നു. അപ്പോൾ 2026-27 അധ്യയന വർഷം നീറ്റ് 2026-ലൂടെ നിങ്ങളുടെ ടാർഗറ്റ്, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം ഏതായിരുന്നോ അതിലോട്ട് ഇനി എത്ര ദൂരമുണ്ട്, എത്രയൊക്കെ സ്കോർ ചെയ്യണം, ഏത് ഡിഫിക്കൽട്ടി അനുസരിച്ച് വരുന്ന എക്സാമിനനുസരിച്ചായിരിക്കണം നമ്മുടെ പ്ലാനുകൾ എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതുമാവട്ടെ, മെയ് 3-ാം തീയതിക്ക് ഇനിയും നിങ്ങളുടെ കയ്യിൽ ധാരാളം സമയമുണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.